ഹായ്, മൈ നെയിം ഇസ് മായ ആൻഡ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഇൻട്രോ പറഞ്ഞിട്ടൊരു വീഡിയോ ഇതിൽ ചെയ്യുന്നത്. ഇതിനു മുമ്പ് ഒരു 3 ലോങ് ഫോമാറ്റ് വീഡിയോസാണ് ഞാൻ ഇതിൽ അപ്ലോഡ് ചെയ്തിട്ടുള്ളൂ. അതെല്ലാം ട്രാവൽ വീഡിയോസ് ആണ്. അതിൽ ഈ ഒരു ട്രാവൽ ക്ലിപ്സിനൊക്കെ വോയിസ് ഓവർ കൊടുത്തിട്ടാണ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുള്ളത്. സോ ദിസ് ആക്ച്വലി ഫീൽസ് ഡിഫറെൻറ്റ് ആൻഡ് എക്സൈറ്റഡ്. അതുപോലെ തന്നെ കുറച്ചൊരു ചളിപ്പുണ്ട്. പക്ഷെ ഐ എം സോ ഗ്ലാഡ് ഐ എം ഡൂയിങ് ദിസ്. അറ്റ്ലീസ്റ്റ് ഒരു 2026 ഞാനിത് ചെയ്തല്ലോ. അപ്പോൾ ഈ വീഡിയോയുടെ ടൈറ്റിലിൽ കാണുന്ന പോലെ തന്നെ 2026 വിഷൻ ബോർഡ് ഉണ്ടാക്കാനായിട്ടാണ് ഞാൻ ഇപ്പം ഇരിക്കുന്നത്. ആൻഡ് ഐ തോട്ട് അത് വീഡിയോയിലൂടെ കാണിക്കാമെന്ന്. സോ വിത്തൗട്ട് ഫർദർ അഡു നമുക്ക് അതിലോട്ട് കിടക്കാം. അപ്പം ഞാൻ ഈ ടൈറ്റിലിൽ പറഞ്ഞ പോലെ തന്നെ there is no magic in vision board. ലാസ്റ്റ് ഇയർ ആണ് ഞാൻ എൻ്റെ ഫസ്റ്റ് വിഷൻ ബോർഡ് ഉണ്ടാക്കുന്നത്. നമുക്ക് കുറേ തോട്ട്സ് നമ്മുടെ മൈൻഡിൽ ഉണ്ടാവും അല്ലേ. ഒരു കൊല്ലത്തേക്ക് നമുക്ക് ഇഷ്ടം പോലെ കാര്യങ്ങൾ ചെയ്യണം എന്ന് നമ്മുടെ മൈൻഡിൽ ആഗ്രഹങ്ങളുണ്ടാവും. പക്ഷെ അതൊക്കെ കുറേ കാര്യങ്ങളുള്ളപ്പോൾ നമ്മുടെ വിഷൻ ഭയങ്കര ബ്ലർ ആയി പോകാൻ ചാൻസ് ഉണ്ട്. ആ വിഷന് ഒരു ക്ലാരിറ്റി കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ടൂളാണ് ഈ ഒരു വിഷൻ ബോർഡ് എന്ന് പറയുന്നത്. കൈൻഡ് ഓഫ് എ റിമൈൻഡർ. ഞാനിപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ദർ ഇസ് നോ മാജിക്. നമ്മൾ ഈ വിഷൻ ബോർഡ് ക്രിയേറ്റ് ചെയ്തതിന് ശേഷം നമ്മളത് കാണുന്ന ഒരു സ്ഥലത്ത് വെക്കുക. സോ ദാറ്റ് നമ്മുടെ ബ്രെയിനിലേക്ക് നമ്മൾ കോൺസ്റ്റന്റ്ലി റിമൈൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ദാറ്റ് യു ഹാവ് ടു വർക്ക് ഫോർ ദിസ്, യു ഹാവ് ടു വർക്ക് ഫോർ ദിസ് എന്നുള്ളത്. സോ ഞാൻ 2025 വിഷൻ ബോർഡ് ചെയ്തപ്പോൾ കുറച്ച് കാര്യങ്ങൾ പഠിച്ചു. ആൻഡ് എന്തൊക്കെ ചെയ്യാൻ പാടില്ല എന്നുള്ളതും കുറച്ചിപ്പോൾ എനിക്കറിയാം. അപ്പോൾ അതൊക്കെ വെച്ചിട്ടാണ് നമ്മൾ 2026 വിഷൻ ബോർഡ് ഉണ്ടാക്കാൻ പോകുന്നത്. ആൻഡ് ബിഫോർ ദാറ്റ് ഞാൻ എൻ്റെ 2025 വിഷൻ ബോർഡ് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം ആൻഡ് നമുക്കൊന്ന് അനലൈസ് ചെയ്യാം. ഇതിൽ കുറച്ച് പേഴ്സണൽ സ്റ്റഫ് ഉണ്ട്, അത് ഞാൻ കാണിച്ച് തരുന്നില്ല വല്ലാതെ. സോ ലൈക്ക് ദിസ് ഇസ് ദ വിഷൻ ബോർഡ്. അപ്പോൾ ഞാൻ എന്തൊക്കെയാണ് ഞാൻ അച്ചീവ് ചെയ്തത് അല്ലെങ്കിൽ എന്തൊക്കെയാണ് അച്ചീവ് ചെയ്യാത്തത് എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. സോ സ്നോ എനിക്ക് ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യണം എന്നുണ്ടായിരുന്നു, അത് നടന്നില്ല. ദെൻ മെയിനായിട്ട് 2 സംഭവങ്ങളായിരുന്നു എനിക്ക് ലാസ്റ്റ് ഇയർ ചെയ്യേണ്ടിയിരുന്നത്. വൺ തിങ് വാസ് ഡ്രൈവിങ്. എനിക്ക് ലൈസൻസ് ഒക്കെ ഉണ്ട്, പക്ഷെ ഡ്രൈവിങ് ചെയ്യാൻ എനിക്ക് കോൺഫിഡൻസ് ഇല്ല. അപ്പോൾ ഡ്രൈവിങ് എനിക്ക് പഠിക്കണം എന്നുണ്ടായിരുന്നു. ദെൻ സ്വിമ്മിങ്. ഇത് രണ്ടും ആക്ച്വലി പറയുകയാണെങ്കിൽ ഭയങ്കര ബേസിക് സ്കില്ലാണ്, എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട 2 സ്കില്ലാണ്. സോ അത് എനിക്ക് ഇക്കൊല്ലം എന്തായാലും ചെയ്തിരിക്കണം. ഡ്രൈവിംഗ് എനിക്ക് ആദ്യത്തെ 6 മാസം എങ്ങനെയെങ്കിലും പഠിച്ചിരിക്കണം എന്നുണ്ട്. സോ അതെൻ്റെ പ്രയോറിറ്റിയിലുള്ള സംഭവമാണ്. ദെൻ യൂട്യൂബ് വ്ളോഗിങ് ഞാൻ സ്റ്റാർട്ട് ചെയ്തു ലാസ്റ്റ് ഇയർ. പിന്നെ റീഡിങ് ഞാൻ കഴിഞ്ഞ കൊല്ലം ഭയങ്കര മോശമായിരുന്നു. ഞാൻ ഒരു ബുക്ക് പോലും ഫുള്ളായിട്ട് വായിച്ചിട്ടില്ല. അപ്പോൾ ഇക്കൊല്ലം അത് ചെയ്യണം. പിന്നെ ഫിനാൻസ് സേവിങ്സ് വരും, ഇൻവെസ്റ്റ്മെൻറ്റ്സ് വരും. ഹായ്, ന്യൂ ഇയറിൻ്റെ ആണെന്ന് തോന്നുന്നു ഇപ്പോഴും പുറത്ത് ഇങ്ങനെ പടക്കങ്ങളൊക്കെ പൊട്ടിക്കൊണ്ടിരിക്കുന്നത്. ഇന്ന് Jan 2 ആണ്. ഇപ്പം ഏകദേശം ഒരു 11:35 ഒക്കെ ആയിട്ടുണ്ടാവും എന്ന് തോന്നുന്നു. ഇവിടെ ക്ലോക്ക് ഇല്ല. ഞാൻ ഇന്നെങ്കിലും ഇത് ചെയ്യാം എന്ന് വിചാരിച്ചു. ഐ വാസ് നോട്ട് ഫീലിംഗ് വെൽ. എനിക്ക് കുറച്ച് ദിവസമായിട്ട് ഞാനിങ്ങനെ കോൾഡും ഫീവറൊക്കെ ആയിട്ടിരിക്കുകയായിരുന്നു. ഇത് ജാനുവരിക്ക് മുമ്പ് ചെയ്യണം എന്നായിരുന്നു. പക്ഷെ ഇതിനങ്ങനെ ഇപ്പോൾ ജാനുവരി ആയതിന് ശേഷം ഇതിപ്പോൾ ചെയ്യാൻ പറ്റില്ല അങ്ങനെയൊന്നുമില്ല കേട്ടോ. ബെറ്റർ ലേറ്റ് ദാൻ നെവർ. അപ്പോൾ നിങ്ങൾക്ക് ജാനുവരി കഴിഞ്ഞിട്ട് സ്റ്റാർട്ട് ചെയ്യാം. ഇനി നിങ്ങൾക്ക് മിഡ് അല്ലെങ്കിൽ ഇപ്പോൾ ഒരു 6 മാസം കഴിഞ്ഞിട്ടാണെങ്കിലും ഇത് ചെയ്യാം. അപ്പോൾ ഞാൻ എവിടെ പറഞ്ഞോ. അപ്പോൾ അങ്ങനത്തെ യൂട്യൂബ് വ്ളോഗിങ് ഞാൻ ചെയ്തു. ദെൻ ജിമ്മ് ഞാൻ 2024 വെച്ച് നോക്കുകയാണെങ്കിൽ ഞാൻ കമ്പാരിറ്റീവ്ലി നന്നായിട്ട് ബെറ്റർ ആയിട്ട് കുറച്ചും കൂടെ കൺസിസ്റ്റൻ്റ് ആയിട്ട് ചെയ്തു. ദെൻ കുക്കിംഗ്, ഞാൻ ഓഫീസിൽ പോവാത്ത ദിവസങ്ങളിൽ ഞാൻ കുക്ക് ചെയ്യാറുണ്ട് ഇപ്പോൾ. ദെൻ ട്രാവൽ ചെയ്തു അത്യാവശ്യം കുറേ സ്ഥലത്ത്. ആൻഡ് ഇതിൽ വേറൊരു സംഭവം കൂടെ ഉണ്ട്, വിച്ച് ഇസ് ലൈക്ക് എ ലോങ് സ്റ്റോറി. ഞാനത് കുറച്ച് ഷോർട്ടാക്കി പറയാൻ ശ്രമിക്കാം. ഇതിലൊരു ഫോട്ടോ ഞാനിങ്ങനെ ഈ തിയേറ്ററിൻ്റെ ഒരു ഫോട്ടോ, അതിൽ ഈ സ്ക്രീനിൽ ഞാൻ എൻ്റെ കട്ട് ഔട്ട് വെച്ചിട്ടുണ്ടേ. സോ
ഞാൻ എങ്ങനെ പറയണം എന്നുള്ളതാണ്. ഈ കുട്ടീനെ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ എന്നുള്ളൊരു തോട്ട് വന്നിട്ടുണ്ടെങ്കിൽ മിക്കവാറും നിങ്ങൾ കണ്ടിട്ടുണ്ടാവുക ഞാൻ ഈ പറയാൻ പോകുന്ന ഒരു സംഭവത്തിലെ ഒരു വീഡിയോയിലായിരിക്കും. കൊറോണ സമയത്ത് ഞാനൊരു സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ടായിരുന്നു, ഒരു ചെറിയ റോളാണ്. അപ്പം അതിൻ്റെ റിലീസിങ്ങിന് ചിലപ്പോൾ 2022 കഴിയുമ്പോൾ തന്നെ, ഒരു 23 ആയപ്പോൾ തന്നെ ചിലപ്പോൾ നെക്സ്റ്റ് ഇയർ ഉണ്ടാവും അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ അതാണ് ഇവിടെ ഈ ഒരു ഇമേജ് കൊണ്ട് ഉദ്ദേശിച്ചത്, ആ സിനിമ ഇറങ്ങണം എന്നുള്ളത്. സോ ആൻഡ് ഇറ്റ് ഗോട്ട് റിലീസ്ഡ് ഒരു ഫെബ്രുവരിയിൽ. ആ സിനിമയൊക്കെ ഇറങ്ങിക്കഴിഞ്ഞതിന് ശേഷം ഇവിടെയുള്ള ഞാൻ കൊച്ചിയിലുള്ള ഒരു തിയേറ്ററിൽ എല്ലാവരും ഇങ്ങനെ ഈ ഫസ്റ്റ് ഷോ ഒക്കെ ആയിട്ട് പോകുന്ന ഒരു തിയേറ്ററിലാണ് ഞാൻ പോയി കണ്ടത്. അത് കഴിഞ്ഞതിന് ശേഷം ആ സിനിമ കണ്ടിറങ്ങിയപ്പോൾ ഈ കുറേ മീഡിയ, ഇപ്പോൾ നീലക്കുയിൽ, പിന്നെ അങ്ങനെ ഏതൊക്കെയോ മീഡിയാസ് കുറേ പേരുണ്ടായിരുന്നു. അപ്പോൾ അവരൊക്കെ വന്നിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു ഇങ്ങനെ അഭിനയിച്ചതിൽ, എന്തായിരുന്നു എക്സ്പീരിയൻസ് എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ ഞാൻ അതൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് ഒരു സൈഡിൽ നിന്ന് ഒരു പുള്ളി, എനിക്ക് അവരുടെ ചാനലിൻ്റെ പേരെന്താണെന്ന് എനിക്കറിയില്ല, ആ പുള്ളിയും വന്നിട്ട് ഭയങ്കരമായിട്ട് പ്രൊവോക്ക് ചെയ്യുന്ന, ആദ്യം എന്നോട് ഇതിൻ്റെ റിവ്യൂ ഒക്കെ ചോദിച്ചിട്ട് പിന്നെ പെട്ടെന്ന് പുള്ളി ഷൗട്ട് ചെയ്യാനായിട്ട് തുടങ്ങി. അപ്പം എനിക്ക് മനസ്സിലായി ഈ പുള്ളി എന്തോ ഒരു ഷോ ഓഫ് എന്തോ ചെയ്യാണ്, അല്ലെങ്കിൽ എന്തോ ഒരു സംഭവം ആണ് എന്നുള്ളത്. അപ്പം ഞാൻ അതിന് മാറി നിൽക്കാൻ ഞാൻ മാക്സിമം മാറി നിന്നു. ഞാൻ മാറി നിൽക്കുമ്പോഴും ഈ പുള്ളി ഞാൻ മാറി നിൽക്കുന്ന സ്ഥലത്തേക്കൊക്കെ വന്നിട്ട് എന്നെ പ്രൊവോക്ക് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു. സോ എനിക്ക് അപ്പോഴൊക്കെ ഇങ്ങനെ ഓക്കെ, ക്യാമറകളുണ്ട്, ലൈക്ക് മൊബൈൽ ഫോൺസിൽ ഇങ്ങനെ ആൾക്കാർ എടുക്കുന്നുണ്ട് എന്നുള്ളതൊക്കെ എൻ്റെ മൈൻഡിലുണ്ട്. സോ ഞാൻ മാക്സിമം അവോയ്ഡ് ചെയ്യാൻ ശ്രമിച്ചു. ആൻഡ് എന്തിനാ വെറുതെ, ലൈക്ക് ഇഫ് ഐ ഡോണ്ട് വാണ്ട് ടു ഗെറ്റ് ദാറ്റ് കൈൻഡ് ഓഫ് അറ്റൻഷൻ, അല്ലെങ്കിൽ എനിക്ക് അങ്ങനെ വേണം എന്നില്ല. അപ്പം ഞാൻ അങ്ങനെ മാറുമായിരുന്നു. ആൻഡ് എൻ്റെ പാരൻസ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ അപ്പോൾ എൻ്റെ പാരൻസിൻ്റെ അടുത്തേക്ക് പോയപ്പോൾ ഇയാൾ അവിടെയും വന്നു. ഇയാൾ അവിടെ വന്നിട്ട് എൻ്റെ ഒരു പേഴ്സണൽ ബൗണ്ടറിയുടെ കഴിഞ്ഞിട്ട് ഇയാൾ എൻ്റെ അടുത്ത് വന്നിട്ട് സംസാരിക്കുക. ഞാൻ കൈ വെച്ചിട്ടുണ്ടായിരുന്നു, ആൻഡ് കൈയൊക്കെ ഇങ്ങനെ തട്ടി മാറ്റുക. അപ്പോഴാണ് ഞാൻ റിയാക്ട് ചെയ്തത്. ആൻഡ് എൻ്റെ അച്ഛനൊക്കെ ഉണ്ടായിരുന്നു അടുത്ത്, ആൻഡ് ഹി വാസ് പുഷിങ് ഹിം ഓൾസോ. അപ്പോൾ ഐ ടോൾഡ് ഹിം ലൈക്ക് ഇതെൻ്റെ പാരൻസ് ആണ് എന്നുള്ള രീതിയിൽ. ഞാൻ അപ്പോഴെങ്കിലും ഇയാളുടെ വാട്ട് എവർ പ്രാങ്ക് ഹി വാസ് ട്രൈങ് ടു ഡു, അപ്പം ഞാൻ അത് അയാൾ നിർത്താൻ വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞു എൻ്റെ പാരൻസ് ഉണ്ട്, അങ്ങനെ പുഷ് ചെയ്യല്ലേ എന്നൊക്കെ ഉള്ളത്. അപ്പോഴാണ് ഞാൻ റിയാക്ട് ചെയ്ത് തുടങ്ങിയത്. മേ ബി ഞാൻ റിയാക്ട് ചെയ്തതുകൊണ്ട് ആണ് പുള്ളി ഭയങ്കരമായിട്ട് ഷൗട്ട് ചെയ്യുക. ലൈക്ക് ഹി വാസ് ഹിയർ, ഹിസ് സ്പേസ് വാസ് ഹിയർ. അത് കഴിഞ്ഞതിന് ശേഷം അപ്പം തന്നെ അയാൾ കുറച്ച് കഴിഞ്ഞിട്ട് എന്നോട് വന്നിട്ട് ലൈക്ക് എല്ലാവരുടെയും മുന്നിൽ നിന്ന് അത് പ്രാങ്കാണ്, സോറി, അത് ഇത് എന്നൊക്കെ പറഞ്ഞു. ആൻഡ് അപ്പം ഞാനിങ്ങനെ ശരി, ഓക്കെ, കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ ചിരിച്ച് കളിച്ചിട്ട് ഓക്കെ ഫൈൻ എന്ന് പറഞ്ഞു. ആൻഡ് ഇതിൻ്റെ കുറേ ക്ലിപ്പുകളായിട്ടാണ് ഭയങ്കരമായിട്ട് വൈറലായത്. സോ അപ്പം ഞാൻ ഇനീഷ്യലി ഇയാൾ എന്നോട് ഷൗട്ട് ചെയ്യുമ്പോൾ ഞാനിങ്ങനെ ചിരിച്ച് നിൽക്കുന്നൊക്കെ ഉണ്ട്. സോ പീപ്പിൾ തോട്ട് എന്താ ഞാനും കൂടെ അറിഞ്ഞിട്ടുള്ള പ്രാങ്കാണ് എന്നൊക്കെ ഉള്ളത്. സത്യം പറഞ്ഞാൽ എനിക്ക് ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല വാട്ട് ഹി വാസ് ഡൂയിങ് എന്നുള്ളത്. ആൻഡ് അങ്ങനത്തെ ഒരു കാര്യം ചെയ്യേണ്ട ഒരു എക്സ്ക്യൂസ് മീ, അതിൻ്റെ ഒരു കാര്യം അങ്ങനെ ഉണ്ടായിരുന്നില്ല. സോ ദാറ്റ്സ് വെൻ ഐ റിയാക്റ്റഡ്. അപ്പോൾ അത് കഴിഞ്ഞൊരു ഈ സംഭവമൊക്കെ നടക്കുന്ന ഒരു 12 o'clock ആയിരിക്കും. ഞാനൊരു 1:30 ഉള്ളിൽ ഞാൻ ഫുഡ് കഴിക്കുകയാണ്. എല്ലാവരും, അപ്പോൾ എൻ്റെ ഫ്രണ്ട്സാണ് ആ ക്രൗഡിൽ നിന്നൊക്കെ എന്നെ മാറ്റി കൊണ്ടുപോകുന്നതൊക്കെ കേട്ടോ. ആൻഡ് ഞാൻ ഫുഡ് കഴിക്കാനിരിക്കുമ്പോഴേക്കും എന്നെ ഇതുവരെ അങ്ങനെ കോണ്ടാക്ട് ചെയ്ത കുറേ ഫ്രണ്ട്സ് ഒക്കെ അയ്യോ ഓക്കെ എനിക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യുന്നു, അപ്പോൾ ഈ വീഡിയോന് കുറേ വ്യൂസ് ആവുന്നു. അപ്പോഴാണ് ഞാൻ സംഭവം ഓക്കെ കയ്യിൽ നിന്ന് പോയി എന്നുള്ള രീതിയിൽ മനസ്സിലായത്. ബട്ട് ഐ എം സോ ഹാപ്പി ഹൗ ഐ റിയാക്റ്റഡ് ടു ദാറ്റ് പെർട്ടിക്കുലർ തിങ്. ആൻഡ് എനിക്കത് റൈറ്റ് ആയിട്ട് തോന്നിയില്ല, ആൻഡ് ദാറ്റ്സ് വൈ ഐ റിയാക്റ്റഡ്. ആൻഡ് എനിക്ക് ഭയങ്കര ഡിസ്റ്റർബിങ് ആയിട്ട് തോന്നിയൊരു തോട്ടാണ്. അതിപ്പോൾ എനിക്ക് നല്ലത് ഇപ്പോൾ ആർക്ക് സംഭവിച്ചാലും എന്താന്ന് വെച്ചാൽ ലൈക്ക് ആ സംഭവം നടക്കുമ്പോൾ കുറേ ഫോൺസ് ഇങ്ങനെ ഈ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. ആൻഡ് നോബഡി വന്നിട്ട് പറഞ്ഞില്ല ആ കുട്ടി അൺകംഫർട്ടബിൾ ആവുന്നുണ്ട് ആൻഡ് ദിസ് ഇസ് നോട്ട് റൈറ്റ് എന്ന് ആരും വന്ന് പറഞ്ഞില്ല. അതെനിക്ക് അപ്പം തോന്നിയില്ല. പിന്നീട് ഈ വീഡിയോ ഒക്കെ കാണുമ്പോൾ ഞാൻ വിചാരിച്ചു ഇത് ആർക്കും അങ്ങനെ ഒന്നും വന്ന് പറയാൻ തോന്നിയില്ലല്ലോ. ലൈക്ക് ഫോർ എവ്രി വൺ ദാറ്റ് തിങ് വാസ് എ കൈൻഡ് ഓഫ് കോണ്ടന്റ്.
ബട്ട് ഐ എം സോ പ്രൗഡ് ഹൗ ഐ റിയാക്റ്റഡ് ആൻഡ് ഐ എം സോ ഹാപ്പി എന്നെ ബിഗ് സ്ക്രീനിൽ അപ്പോൾ കണ്ടതും. എനിക്ക് ഈ മൂവിയിൽ ശ്രീനിവാസൻ സാർ ഉണ്ടായിരുന്നു. അപ്പോൾ ശ്രീനിവാസൻ സാറിനെ എനിക്ക് കാണാൻ പറ്റി. ദാറ്റ് ഓൾ തിങ് വാസ് നല്ല കാര്യമായിരുന്നു, ഭയങ്കര ഹാപ്പി തിങ് ആയിരുന്നു അത് നടന്നത്. സോ ദാറ്റ് ഹാപ്പൻ. അതായിരുന്നു ആ സ്റ്റോറി. ഇങ്ങനെ കെട്ടാൻ പോവാണ്. ഐ ഡോണ്ട് നോ എങ്ങനെ ഹൗ ദാറ്റ് ഇസ് ഗോണ ലുക്ക് ഓൺ ക്യാമറ. പക്ഷെ കുഴപ്പമില്ല. എന്തൊരു സമാധാനം. അപ്പം നമുക്ക് നമ്മുടെ മെയിൻ കലാപരിപാടിയിലേക്ക് കിടക്കാം. ഐ എം സോ എക്സൈറ്റഡ്. എനിക്കിഷ്ടം ഇതൊക്കെ ചെയ്യാൻ. ഇത് ആക്ച്വലി ഇത്തവണ ഞാൻ സ്റ്റിക്കർ പേപ്പറിലാണ് പ്രിൻ്റ് എടുത്തേക്കുന്നത്. അപ്പം നമുക്ക് കട്ട് ചെയ്തിട്ട് നേരെ ഒട്ടിച്ചാൽ മതി. ലൈക്ക് ഈ ഗമ്മൊന്നും ഗ്ലൂ ഒന്നും കൊടുക്കേണ്ട കാര്യമില്ല. നമുക്ക് ഓരോരുത്തർക്കും ലൈഫിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ചില ഏരിയാസ് ഉണ്ടാവില്ലേ? അപ്പോൾ അത് ഏതൊക്കെയാണ് ഫോക്കസ് ചെയ്യേണ്ടത് ഈ ഇയറിൽ എന്നുള്ളത് ആദ്യം നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. അങ്ങനെ നിങ്ങൾ കുറേ കാര്യങ്ങൾ നോട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് തന്നെ അതിൽ ഏത് പ്രയോറിറ്റൈസ് ചെയ്യണം എന്നുള്ളത് മനസ്സിലാവും. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ സെറ്റ് ചെയ്തിട്ടുള്ള ഗോൾസിനോട് ചേർന്ന് നിൽക്കുന്ന ഇമേജസ് നമുക്ക് ഡൗൺലോഡ് ചെയ്തിട്ട് വേണം ചെയ്യാനായിട്ട്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഒന്നില്ലെങ്കിൽ നിങ്ങൾക്ക് പിൻട്രസ്റ്റ് എന്നൊക്കെ ഡൗൺലോഡ് ചെയ്യാം. ഇനി കുറച്ചുകൂടെ ക്രിയേറ്റീവായി ചെയ്യണം എന്നാണെങ്കിൽ നിങ്ങൾക്ക് AI പ്രോംപ്റ്റ് ഒക്കെ വെച്ചിട്ട് നിങ്ങളുടെ ഫ്യൂച്ചർ സെൽഫ് ആ ഒരു ഗോളിന്റെ എന്താണോ ആ ഇമേജ് നിങ്ങൾക്ക് തന്നെ ക്രിയേറ്റ് ചെയ്യാവുന്നതുമാണ്. ഞാൻ അത്രയും എഫേർട്ടൊന്നും ഇവിടെ എടുത്തിട്ടില്ല. ഞാൻ പിൻട്രസ്റ്റ് നിന്നാണ് ഫോട്ടോസ് ഒക്കെ ഡൗൺലോഡ് ചെയ്തേക്കുന്നത്. ഈ ന്യൂ ഇയറിൽ മറ്റേ ടൈലർ സ്വിഫ്റ്റിന്റെ ആ പാട്ടുണ്ടല്ലോ, അങ്ങനെ എന്തോ. ടൈലർ സ്വിഫ്റ്റ് ഫാൻസ്, ഐ മീൻ ഞാൻ ടൈലർ സ്വിഫ്റ്റീസ് എന്നൊന്നും പറയാൻ പറ്റില്ല, കാരണം എനിക്കിപ്പോൾ കറക്റ്റായിട്ട് ആ പാട്ട് പോലും അറിയില്ല. ഘട്ട ആരാധകർ എന്നെ തെറി പറയരുത്. ഐ നോ ദാറ്റ് സോങ്. പക്ഷെ എനിക്കങ്ങോട്ട് ആ കറക്റ്റ് ട്യൂൺ എൻ്റെ വായിൽ വരുന്നില്ല എന്നേ ഉള്ളൂ. എൻ്റെ മൈൻഡിൽ ആ ട്യൂണുണ്ട്. ടൈലർ സ്വിഫ്റ്റിൻ്റെ ഇത് പറഞ്ഞപ്പോൾ ദിസ് ഇയർ 2025 സ്റ്റാർട്ടിങ് ഇൻ Jan, me and my friends went for Coldplay concert. Oh my god, നിങ്ങളൊരു Coldplay ഫാൻ ആണെങ്കിൽ യു ഗൈസ് നോ ദി ഹൈപ്പ് എന്താന്നുള്ളത്. ഭയങ്കര അടിപൊളിയായിരുന്നേ. ഞാൻ ഈ ലൈവ് എടുത്ത വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോഴാണ് ഞാൻ എന്തൊക്കെയാ സംസാരിച്ചിട്ടുള്ളതെന്നുള്ളത് എനിക്ക് മനസ്സിലായത്. സെക്കൻഡ് തിങ് ദാറ്റ് വി ഹാവ് ടു കീപ്പ് ഇൻ മൈൻഡ് വൈൽ ക്രിയേറ്റിംഗ് വിഷൻ ബോർഡ് ഇസ് ബി സ്പെസിഫിക്. നമ്മുടെ ആഗ്രഹങ്ങൾ, ഇപ്പോൾ കൗണ്ടബിൾ ആയിട്ടുള്ള ആഗ്രഹങ്ങളൊക്കെ സ്പെസിഫിക് ആയിട്ട് അത് മെൻഷൻ ചെയ്യുക. ഇപ്പോൾ ഒരു 10 ലക്ഷമാണ് അക്കൗണ്ടിൽ വേണ്ടെങ്കിൽ ആ 10 lakhs തന്നെ എഴുതുക. ആൻഡ് ഓൾസോ വെറുതെ എഴുതിയിട്ട് കാര്യമില്ല, ദാറ്റ് യു ഷുഡ് ബിലീവ് ദാറ്റ് അത് നിങ്ങൾക്ക് നേടാൻ പറ്റുമെന്നുള്ളത്. കോണ്ടന്റ് ക്രിയേറ്റേഴ്സിനൊക്കെ ആണെങ്കിൽ ഇപ്പം നമുക്ക് ഇൻസ്റ്റഗ്രാമിൽ ഇത്ര ഫോളോവേഴ്സ് വേണമെങ്കിൽ ആ കറക്റ്റ് കൗണ്ട് മെൻഷൻ ചെയ്യുക. 50K എങ്കിൽ 50K അങ്ങനെ. ഇനിയുള്ളത് ആണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. നമ്മൾ ഇതൊക്കെ ചെയ്ത് വെച്ചിട്ട് ഇതിന് ഒന്നും ഒരു ആക്ഷനും എടുത്തില്ലെങ്കിൽ ഇതൊന്നും നടക്കാൻ പോകുന്നില്ല. സോ ടേക്ക് ആക്ഷൻ. പ്ലാൻ ചെയ്തിട്ട് നിങ്ങൾ അതിനു വേണ്ടി വർക്ക് ചെയ്യുക. എന്നാൽ മാത്രമേ നിങ്ങളുടെ ഗോൾസ് നടക്കുകയുള്ളൂ. വിഷൻ ബോർഡ് ഇപ്പോൾ ഞാൻ ചെയ്യുന്ന പോലെ ഫിസിക്കലി തന്നെ ചെയ്യണം എന്നില്ല. നിങ്ങൾക്ക് കുറേ വീഡിയോസ് കണ്ട് അറിയുന്നുണ്ടാവും. ക്യാൻവ വഴിയും അല്ലെങ്കിൽ പിൻട്രസ്റ്റിലൊക്കെ നിങ്ങൾക്ക് ഡിജിറ്റലിയും ഈ വിഷൻ ബോർഡ് ഉണ്ടാക്കാം. ഈ ഡിജിറ്റലി ചെയ്യുന്ന ആൾക്കാർ ഞാൻ ചെയ്ത് കണ്ടേക്കുന്നത് അവരിത് ക്രിയേറ്റ് ചെയ്തതിന് ശേഷം ഇത് അവരുടെ ഫോണിൻ്റെ സ്ക്രീൻ സേവർ ആയിട്ട് വെക്കും. അപ്പോൾ അത് അവർക്ക് എപ്പോഴും കാണാനും പറ്റും. ആൻഡ് ഇറ്റ് ഈസ് കൈൻഡ് ഓഫ് എ റിമൈൻഡർ ടു ദം. ഇപ്പോൾ ഏകദേശം ഒരു സമയം ഒരു രാത്രി 1 ആയിട്ടുണ്ട്. ഞാനിത് അറേഞ്ച് ചെയ്ത് ചിലപ്പോൾ ഇന്ന് വയ്ക്കുക, അല്ലെങ്കിൽ രാവിലെ ആയിരിക്കും ഞാൻ ഇതൊക്കെ ഒന്ന് ഫിക്സ് ചെയ്യുന്നുണ്ടാവുക. സോ നിങ്ങൾക്ക് കുറച്ച് സമയം ഉണ്ടെങ്കിൽ ഇങ്ങനെ വിഷൻ ബോർഡ് ഒന്ന് ചെയ്ത് നോക്കൂ. ആൻഡ് ഐ റിയലി തിങ്ക് നമ്മുടെ ഒരു ബ്ലർ ആയിട്ടുള്ള വിഷൻസിന് കുറച്ചും കൂടെ ക്ലാരിറ്റി ഇത് നൽകും എന്നുള്ളത്. സോ അത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ പ്ലീസ് ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. ഞാൻ കുറച്ചും കൂടെ കൺസിസ്റ്റൻ്റ് ആയിട്ട് ഈ ഇയർ കുറേ വീഡിയോസ് ചെയ്യണം എന്നുണ്ട്. സോ നിങ്ങളുടെ സപ്പോർട്ട് വിൽ ബി റിയലി ഗ്രേറ്റ്. താങ്ക് യു ആൻഡ് ഓൾസോ ഹാപ്പി ന്യൂ ഇയർ.